ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ മഴതൊരു മുമ്പയുടെ നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയും സ്റ്റാലിൻ നിൽക്കുന്ന ആ ഫോട്ടോസൊക്കെ മുഴുവൻ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പഴയ ഓർമ്മകളെല്ലാം ഇങ്ങനെ അയവർക്കുകയാണ് നമ്മുടെ സ്റ്റാലിന്. അപ്പോൾ എൻ്റെ വൈജ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രണയ രീതിയിലാണ് ആ ഫോട്ടോ നോക്കുന്നതും ഫോട്ടോ തലോടുന്നതും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഈ ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. വൈജ ഗർഭിണിയായതും പിന്നെ വൈജയ്ക്കൊരു കുഞ്ഞുണ്ടായതും അങ്ങനെ കുഞ്ഞിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, അത് തൻ്റെ വീട്ടിൽ അലീനയാണ്, ജോലിക്കാരിയായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അവിടെ സ്റ്റാലിൻ ഒരു നിമിഷം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാലിൻ മനസ്സിലൊരു കടുത്ത തീരുമാനം എടുക്കുകയാണ്. ഇനി അതായിട്ട് തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ തൻ്റെ ജീവിതം വെറും പാഴായി പോകും. ഒരു പെണ്ണിനോട് ഏറ്റവും വലിയ ചതിയാണ് താൻ ചെയ്തത്. താൻ അന്വേഷിക്കണമായിരുന്നു എവിടെയാണ് വൈജി എന്നൊക്കെ അന്വേഷിക്കണമായിരുന്നു. അത് താൻ ചെയ്തത് തെറ്റാണ്, ഏറ്റവും വലിയ തെറ്റാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സ്റ്റാലിൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. അപ്പച്ചൻ എവിടെയാണ് അപ്പച്ച എന്ന് ചോദിച്ചപ്പോഴേക്ക് ഞാൻ ഇന്നാളുടെ വീട്ടിലാണെന്നും പറയുകയാണ്. അപ്പച്ചനെ തിരക്കുണ്ടോ? ഇല്ലടാ, തിരക്കൊന്നുമില്ല. പിന്നെ ചെറിയൊരു മദ്യമൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ചെറുതൊന്നും അടിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഫുൾ ഫിറ്റിലായിരിക്കും അല്ലേ അപ്പച്ച? ഇല്ലടാ, ഫുൾ ഫിറ്റിലൊന്നും അല്ല, ചെറുതായിട്ട് അത്രേ ഉള്ളടാ, അല്ലാതെ ഞാൻ ഫിറ്റായിട്ടൊന്നും കിടക്കുന്നല്ലടാ. അപ്പച്ചന് കഴിയുമെങ്കിൽ ഇവിടം വരെ ഒന്ന് വരാവോ എന്ന് ചോദിക്കുമ്പോൾ എന്താടാ, എന്തെങ്കിലും വിശേഷമുണ്ടോ, എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പ്രത്യേകിച്ച് കാരണമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ അപ്പച്ചനോട് ഇവിടം വരെ വരാൻ പറഞ്ഞത്. അപ്പച്ചന് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഇല്ലടാ, എന്ത് പ്രശ്നം, ഇപ്പോഴും ഈ അപ്പച്ചൻ സ്ട്രോങ് ആണ്. അല്ല, ഇനി ആരെങ്കിലും കൂടെ കൂട്ടണോ? വേണ്ട, അപ്പച്ചൻ ഒറ്റക്ക് വന്നാൽ മതി. വണ്ടി ഓടിക്കാൻ പ്രശ്നമില്ലെങ്കിൽ ഒറ്റക്ക് വന്നാൽ മതി. പിന്നെ ഇവിടെ വരാൻ 1 മണിക്കൂറേ ഉള്ളൂ, അതറിയാടാ. അപ്പച്ചൻ എപ്പോൾ വന്നെന്നോ നോക്കിയാൽ മതി. ഇപ്പം തന്നെ പുറപ്പെടണം അപ്പച്ചൻ. തീർച്ചയായിട്ടും അപ്പച്ച, എനിക്ക് അപ്പച്ചനോട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പച്ചൻ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരണം. ശരി, ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ സ്റ്റാലിൻ വീണ്ടും വൈജയുടെയും അതേപോലെ തന്നെ സ്റ്റാലിൻ്റെയും പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെ ബാലേന്ദ്രനെ കാണുകയാണ്. അപ്പോൾ ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ ഉള്ള കാര്യങ്ങൾ മുഴുവനും ഈ ഗംഗയോടും അതേപോലെ തന്നെ ശിവനോടൊക്കെ സംസാരിക്കുകയാണ്. അതെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ബാലേന്ദ്രൻ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും അലീനയെ കൊണ്ടുപോകാനായിട്ട് അയാൾ എത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ വൈജയുടെ അടുത്ത് തന്നെ സത്യങ്ങൾ മുഴുവനും പറയും. പിന്നെന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ അല്ലേ? എനിക്കിനി ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അലീനയെ എങ്ങനെയെങ്കിലും ഒരു സേഫായ സ്ഥലത്ത് എത്തിക്കണം, അത്രയും മാത്രമേ എൻ്റെ മനസ്സിൽ ഉദ്ദേശമുള്ളൂ. ഞാൻ അവളെ എപ്പോഴേ ഉപേക്ഷിച്ച് കഴിഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തിനാ ബാലേന്ദ്ര അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നത്? പിന്നെ നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിച്ചല്ലേ? എന്നിട്ട് ഇത്രയും വലിയ ചതിയും ചെയ്തിട്ട് ഇനിയും ഞാൻ ക്ഷമിച്ചും സഹിച്ചും പുറത്തൊക്കെ നിൽക്കണമെന്നോ? ഞാൻ നേരത്തെ വലിയൊരു മണ്ടനായി പോയായിരുന്നു. ഞാൻ വൈജിയെ സ്നേഹിച്ചത് കൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനും വിശ്വസിച്ച് വൈജിയുടെ കഴുത്തിൽ താലി കെട്ടി. പക്ഷേ അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. പക്ഷേ ഇനി എന്നെ മണ്ടനാക്കാമെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞോ? എങ്കിൽ പിന്നെ നിങ്ങൾക്ക് പോകാം എന്ന് പറയുമ്പോൾ വീണ്ടും നാണം കെട്ട് ഈ ഗംഗയും ശിവനും കൂടി അവിടെ നിന്ന് പടി ഇറങ്ങാനായിട്ട് പോവുക. അപ്പോൾ അലീന നേരെ ചെല്ലുകയാണ്. അങ്കിൾമാർ പോവുകയാണെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ഞങ്ങൾ പോവുകയാണ്. ബാലേന്ദ്രനോട് സംസാരിക്കാനുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ പോവുകയാണെന്നും പറയുകയാണ്. അയ്യോ, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ? വേണ്ട, പറ്റില്ല, ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പോകാനൊന്നും പറ്റില്ല, ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു ഗർവെന്ന രീതിയിൽ തന്നെയാണ് അവർ ഇറങ്ങി പോകുന്നത്. അപ്പോൾ അലീന ചെന്ന് ചോദിക്കുകയാണ്, അച്ഛാ എന്തു പറ്റി അച്ഛാ? അങ്കിൾമാർക്ക് വല്ലാത്തൊരു ഗർവമാണല്ലോ, ഇതെന്താ പറ്റിയത്? ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടൊന്നും കഴിക്കണമില്ല, ഒരു നീരസമായ രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. അതേ മോളെ, ചില കാര്യങ്ങളൊക്കെ മുഖത്തടിച്ച രീതി പറയുമ്പോൾ അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം അവരുടെ ഭാഗമൊക്കെ ജയിക്കണം, നമ്മൾ വെറും മണ്ടന്മാരെന്നാണ് അവരുടെ വിചാരം. പക്ഷേ അങ്ങനെ മണ്ടന്മാരായി കളിക്കാനായിട്ട് നമുക്ക് പറ്റും മോളെ. നമ്മൾ വേണ്ട വിധത്തിൽ അവർക്കൊരു കൈകാര്യം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി ക്ലീന്. ഇനി പറയാനുള്ള കാര്യങ്ങളെല്ലാം മുഖത്തടിച്ച് പറയണം. പഞ്ചപുച്ഛമടിക്ക് നിന്നാലേ പിന്നെ രക്ഷയുണ്ടാവില്ല. അങ്ങനെ മനുവും അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി. മനു ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ടും വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നിയിരിക്കുന്ന സമയമാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പച്ചൻ നേരെ സ്റ്റാലിനെ കാണാൻ വേണ്ടി വീട്ടിലെത്തി. അപ്പോൾ സ്റ്റാലിനാണെങ്കിൽ എന്തൊക്കെയോ ഗൂഢമായ ആലോചനയിലാണ്. ആ സമയത്ത് എടാ മോനെ, നിനക്ക് എന്താടാ പറയാനുള്ളത്? അപ്പച്ചൻ അപ്പച്ച, ഒരു സീരിയസ് ആയ കാര്യം തന്നെയാണ് എനിക്ക് അപ്പച്ചനോട് പറയാനുള്ളത്. എന്താടാ നീ ഇങ്ങനെ ഇതുവരെ എന്നെ ഇങ്ങനെ വിളിച്ച് വരുത്തിയിട്ടില്ലല്ലോടാ, എന്താടാ മോനെ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോഴേക്കും അപ്പച്ചാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പണ്ട് സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണിനെക്കുറിച്ച് അപ്പച്ചന് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഒരു വൈജയന്തി.
എനിക്ക് ഓർമ്മയുണ്ടല്ലോ, നീ ഭയങ്കര പ്രണയത്തിലായിരുന്നല്ലോ. പിന്നെ വീട്ടുകാരും വേണ്ട, ആരും വേണ്ടാണ്ട് നീയും അവളും കൂടിയാണല്ലോ ഒറ്റക്ക് താമസിച്ചിരുന്നത്. ഇപ്പം എന്താ അതിന് കുഴപ്പം എന്നൊക്കെ ചോദിക്കണം. ഇതിനെ ഇപ്പം ചോദിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതെ, കഴിഞ്ഞ ദിവസം എന്നെ തേടി ഇവിടെ ഒരാൾ വന്നായിരുന്നു. അതാരാണപ്പോൾ? ആദ്യം അപ്പച്ചനെ കാണാൻ വേണ്ടിയാ വന്നത്. എന്നെ കാണാൻ വേണ്ടിയോ? എനിക്ക് ഓർമ്മയില്ലല്ലോടാ. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വേണ്ടി ആരാടാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു ബാലചന്ദ്രൻ അപ്പച്ചൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സ്റ്റാലിൻ താമസിക്കുന്ന വീട് എവിടെയാണെന്ന്. ഇല്ലേ, ചോദിച്ചില്ലേ? ആടാ, ഇപ്പം എനിക്ക് ഓർമ്മ കിട്ടിയടാ. വന്നായിരുന്നു. നല്ല മാന്യനായ മനുഷ്യൻ. എന്നോട് സ്റ്റാലിൻ്റെ നിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ നീ താമസിക്കുന്ന ഇടം പറഞ്ഞു കൊടുത്തു. പക്ഷേ അപ്പച്ചൻ അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ചില സത്യങ്ങളൊക്കെ എനിക്കറിയാനായിട്ട് സാധിച്ചു. അപ്പച്ച, എടാ ആരാടായിരുന്നു അത്? നിന്നെ പരിചയമൊന്നുമില്ല, പക്ഷെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. നീ മിലിറ്ററിയിലെ അംഗമായിരുന്നില്ലേ, അതിനു വേണ്ടി പരിചയപ്പെടാൻ വേണ്ടി പോവാണെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചത്. പക്ഷേ അങ്ങേരുടെ കൂടെ അങ്ങേരുടെ അളിയെന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു. ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ടും വിളിച്ചതുമില്ല. എന്നോട് കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം എന്നോട് ലൊക്കേഷനും മേടിച്ച് നേരെ പുറപ്പെടുകയാണ് ചെയ്തത്. അപ്പച്ചാ, അയാൾ ഇവിടെ വന്ന് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്താടാ? അതായത് ഞാൻ പണ്ട് സ്നേഹിച്ച പെണ്ണില്ലേ, വൈജയന്തി, അപ്പച്ചനെ കാണിച്ചു തരാം ഓർമ്മയില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കണേ. എനിക്കറിയാടാ, അതിനിപ്പോൾ എന്താണ്? വൈജയെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നത്. അയാളോ? അയാൾ എന്തിനാ വൈജയെക്കുറിച്ച് പറയുന്നത്? അയാളും വൈജയും തമ്മിൽ എന്താണ് ബന്ധം? അയാളും വൈജയും തമ്മിൽ നല്ലൊരു ബന്ധം തന്നെയാണ് അപ്പച്ച ഉള്ളത്. വൈജയുടെ ഭർത്താവാണോ വന്നത്? അതിനിപ്പോൾ നമുക്കെന്ത് വേണം? വൈജയുടെ ഭർത്താവാണെങ്കിൽ ആരാണെങ്കിലും നിന്നെ കാണാൻ വന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അപ്പച്ച, ഇതിലല്ലേ വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നത്. വൈജയുടെ ഭർത്താവ് എന്നെ കാണാൻ വേണ്ടി വന്നത് വൈജയ്ക്ക് സംഭവിച്ച ആ തെറ്റിനെക്കുറിച്ച് പറയാനാണ്. ഞാൻ വൈജയെ പ്രണയിച്ചിരിക്കുന്ന സമയത്ത് വൈജ ഗർഭിണിയായതും ഞങ്ങൾ ഒരുമിച്ച് താമസിച്ച കാര്യങ്ങളൊക്കെ അപ്പച്ചനും അറിയാലോ. പക്ഷേ അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു അപ്പച്ച. ഇത് കേട്ട അപ്പച്ചൻ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. നീ എന്തൊക്കെയാ പറയുന്നത് ചോദിക്കുമ്പോൾ, അതെ അപ്പച്ച, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചു. എന്നിട്ട് അവളുടെ ആങ്ങളമാരെ എല്ലാവരും കൂടി ചേർന്ന് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു അനാഥാലയത്തിൽ കൊണ്ട് കൊടുത്തു. അവൾ ആ അനാഥാലയത്തിലിരുന്ന് ആരും പോരുമില്ലാതെ അനാഥാലയത്തിൽ വളർന്നു. അങ്ങനെ ഒരു ദിവസം അവൾ വലുതായി മിടുക്കിയ ഒരു പെൺകുട്ടിയായി. ആ പെൺകുട്ടി അമ്മയെ തേടി ജോലി എന്ന രീതിയിൽ വൈജയുടെ വീട്ടിലേക്ക് വന്ന് കയറി. അവിടെ വൈജയും വൈജയുടെ ഭർത്താവും കൂടി സുഖമായിട്ട് ജീവിക്കുന്ന ഇടമായിരുന്നു. ആ സ്ഥലത്തേക്കാ ഇവൾ ചെന്ന് കയറിയത്. അങ്ങനെ യാദൃശികമായിട്ട് ഇവൻ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്തു. ഈ നമ്മുടെ ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു. അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ തമ്മിൽ വലിയ വാശിയും വൈരാഗ്യമൊക്കെ ആയി. പക്ഷേ വൈജയ്ക്ക് മാത്രം അറിയില്ല സത്യാവസ്ഥ എന്താണെന്ന്. അതിനുശേഷം അവരുടെ കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകുകയും അതിനുശേഷമാണ് ഈ ബാലചന്ദ്രൻ എന്നെ കാണാൻ വേണ്ടി വന്നതും. അങ്ങനെ എന്നോട് സത്യാവസ്ഥകൾ മുഴുവനും പറഞ്ഞു. അവളെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നും അവളെ ഇവിടെ താമസിപ്പിക്കണമെന്നുമാണ് ബാലേന്ദ്രൻ്റെ നിഗമനം. ഞാൻ അച്ഛനോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ലെന്ന് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. ഞാൻ അച്ഛ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഇതൊക്കെ കേട്ട് അച്ഛൻ ആകെ സ്തംഭിച്ചങ്ങ് നിൽക്കുകയാണ്. പിന്നെ നാളെ കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയാണ്. അതിനുവേണ്ടി കാത്തിരിക്കുക. നന്ദി.